നമ്മുടെ ഭാര്യമാർ നമ്മുടെ ജീവിതത്തിന്റെ സ്വത്തുക്കളാണ്. നമ്മുടെ മക്കളെ പ്രസവിച്ചു തന്ന, നമുക്ക് വേണ്ടി ഭക്ഷണവുമായി കാത്തുനിന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, എവിടെയോ കിടന്നിട്ട് നമ്മുടെ കൈ പിടിച്ചിട്ട് നമ്മുടെ കൂടെ വന്നവർ, നമ്മുടെ എല്ലാ ദുഃഖത്തിലും സുഖത്തിലും പങ്കാളികളായവർ, അറിയാതെ നമ്മുടെ കണ്ണൊന്ന് നിറയുമ്പോ, കട്ടിലിൽ കിടക്കുമ്പോ അടുത്ത് വന്നിട്ട് നിങ്ങൾ എന്തിനാ കരയുന്നത്, മരണം വരെ ഞാനുണ്ട് കൂടെയുണ്ടെന്ന് നമ്മോട് കാതിൽ പറഞ്ഞ് നമ്മുടെ കൽബിന്റെ കൂട്ടുകാരികൾ, റബ്ബേ നമ്മുടെ ഭാര്യമാർ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിങ്ങനെ ജീവിച്ച് നമ്മുടെ മക്കളെ നമ്മൾ ചിരിച്ച് കളിപ്പിച്ച് ആ മക്കളുടെ ആനന്ദത്തിൽ നമ്മൾ ആനന്ദം കണ്ടെത്തി. രണ്ടുപേരിൽ ഒരാള് സ്നേഹിച്ചു കുതിരിയിരുന്നതിന് മുമ്പേ ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാളെങ്ങാനും മരിച്ചു പോയാൽ, ഭാര്യ പള്ളിക്കാട്ടിലാണ്, ഇന്നലെ വരെ കൂടെ കിടന്നവൾ ഇന്ന് പള്ളിയുടെ മണിയറയിലാണ്. ഒറ്റയ്ക്ക് കിടന്നാൽ ഉറക്കം വരുവോ? ഭാര്യയോട് പിണങ്ങിയാലും കലപില കൂട്ടിയാലും അവളില്ലാത്ത അവൾ മരിച്ചിട്ടുള്ള ആദ്യ രാത്രി നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുവോ? മുഅ്മിനീങ്ങളെ, നെഞ്ചത്ത് കൈവച്ചിട്ട് പറ. അവളോട് തമാശയ്ക്ക് പലരും കളിപിടി കൂടാറുണ്ട്, പിണങ്ങാറുണ്ട്, ഇണങ്ങാറുണ്ട്. പ്രണയമുള്ളിടത്തല്ലേ പിണക്കമുള്ളൂ. പ്രണയം കൂടുമ്പോഴാണ് പിണങ്ങുക. പക്ഷേ പിണങ്ങിയാൽ ഇണങ്ങാൻ പഠിക്കണം. ഇണങ്ങാൻ പഠിക്കാതെ പിണങ്ങല്ല മുഅ്മിനെ. ഭാര്യയോട് പിണങ്ങിയാൽ പിണങ്ങുന്നതിന് മുമ്പ് ഇണങ്ങാൻ പഠിക്കണം. അവളെ ചേർത്ത് പിടിക്കണം. അവളോട് നമ്മൾ ദേഷ്യപ്പെട്ടാൽ ദേഷ്യമൊക്കെ മാറിയിട്ട് അവള് നമ്മുടെ ഓരത്ത് വന്ന് പൂച്ചക്കുട്ടിയെ പോലെ ഇരിക്കുമ്പോ അവളുടെ കൈവെള്ളയിൽ പിടിച്ചിട്ടൊന്ന് ചോദിക്കണം, പൊന്നു പെണ്ണേ, ഞാൻ ദേഷ്യപ്പെട്ടപ്പോ സങ്കടമായോ? ഞാൻ ആ സമയത്ത് ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ? ആ ഒരൊറ്റ വാക്കുമതി. ദേഷ്യം വരുമ്പോൾ അവളുടെ ശരീരത്തൊന്ന് അടിച്ച വേദന അവൾ മറക്കും. അവളെല്ലാം മറന്നിട്ട് നമ്മുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, എനിക്കത് മതി, എനിക്കതിൽ കൂടുതലൊന്നും വേണ്ട. മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി ആഭരണം എന്ന ഭാര്യ ഓർത്തിട്ട് ഞാൻ പറഞ്ഞതാണ്, പൊന്നുമോനെ, വൃക്ഷം നന്നായിട്ട് കായ്ച്ചിട്ട് അതിന് നല്ല പഴങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ പക്ഷികള് നാനാഭാഗത്ത് നിന്നും ഓടി വന്ന വൃക്ഷത്തിൽ കൂടും പഴങ്ങൾ തിന്നാൻ. പക്ഷേ പഴമൊക്കെ തിന്നീർന്നു കഴിഞ്ഞാൽ കൂടുകൂട്ടിയ പക്ഷികളെല്ലാം തിരിച്ചു പോകും. ഇനി ആ മരത്തിലിരുന്നിട്ട് കാര്യമില്ല. അവസാനം മരവും ഇലയും മാത്രമേ ബാക്കിയാവുകയുള്ളൂ. കൂടെ കൂടിയ കൂട്ടുകാരും വീട്ടുകാരും ഇട്ടിട്ട് പോയാലും അവസാനം ഭാര്യക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യമേ ഉണ്ടാവൂ. അതുകൊണ്ട് നമ്മൾ പിണങ്ങണ്ട, കലഹിക്കണ്ട, നമ്മൾ തമ്മിലൊരു വേർതിരിവ് വേണ്ട. ഭാര്യ മരിച്ചു പോയാൽ ഭർത്താവിന് പിന്നെ എവിടെയാണ് കാണാൻ കഴിയുക? പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടു പോയി, ഭാര്യക്ക് പിന്നെ എവിടെ വെച്ചാണ് കാണാൻ കഴിയുക?